അതായത് മഹാത്മാ മഹാത്മാ എന്നറിയപ്പെടുന്ന ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഗാന്ധിജിയാണ്. അതുപോലെ ബാപ്പുജി എന്നറിയപ്പെടുന്ന ആരാണ്? ബാപ്പുജി എന്നറിയപ്പെടുന്നത് ഗാന്ധിജിയാണ്. നേതാജി എന്നറിയപ്പെടുന്ന ആരാണ്? സുഭാഷ് ചന്ദ്രബോസാണ്. ചാച്ചാജി എന്നറിയപ്പെടുന്ന ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ചാച്ചാജി എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ഋതുരാജൻ എന്നറിയപ്പെടുന്ന ആരാണ്? അതുപോലെ തന്നെയാണ് ജവഹർലാൽ നെഹ്റു തന്നെയാണ്. അതുപോലെ തന്നെ മറാത്ത സിംഹം എന്നറിയപ്പെടുന്ന ആരെയാണ്? മറാത്ത കേസരി എന്നറിയപ്പെടുന്ന ആരെയാണ്? മറാത്ത സിംഹം എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകനെയാണ്. തൊഴിലാളികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? യാചകരുടെ രാജകുമാരൻ മദൻ മോഹൻ മാളവ്യയാണ്. അതുപോലെ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ആരാണ്? ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങളുടെ വന്ധ്യവയോധിക ആരാണ്? എന്നറിയപ്പെടുന്നത് ആനി ബെസന്റ് ആണ്. ഇന്ത്യയുടെ വന്ധ്യവയോധിക ആരാണ്? വന്ധ്യവയോധികയാണ് അരുണ അസഫ് അലി. ഇന്ത്യയുടെ വന്ധ്യവയോധികയാണ് അരുണ അസഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ആരാണ്? ജയപ്രകാശ് നാരായൺ. ക്വിറ്റ് ഇന്ത്യ സമര നായിക ആരാണ്? അരുണ അസഫ് അലി. അതുപോലെ തന്നെ 1857 വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ ആരാണ്? കൻവർ സിംഗ് ആണ്. 1857 വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ കൻവർ സിംഗ് ആണ്. ബംഗാൾ കടുവ എന്നറിയപ്പെടുന്നത് ബിപിൻ ചന്ദ്രപാലാണ്. ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഗവർണർ ജനറൽ ആരാണ്? വെല്ലസ്ലി പ്രഭുവാണ്. ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന ക്രിക്കറ്റർ ആരാണ്? സൗരവ് ഗാംഗുലിയാണ്. അതുപോലെ തന്നെ ആധുനിക ഭാരതത്തിലെ മനു എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. ആരംഭിച്ച പത്രങ്ങളാണ് ബഹിഷ്കൃത് ഭാരത്, മൂക്ക് നായിക്കും ഡോക്ടർ ബി ആർ അംബേദ്കർ ആരംഭിച്ച പത്രങ്ങളാണ്. അതുപോലെ ഹിന്ദുമതത്തിന്റെ കാൽവിനെന്നും ഹിന്ദുമതത്തിന്റെ മാർട്ടിൻ ലൂതർ എന്നും അറിയപ്പെടുന്ന ആരെയാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നറിയപ്പെടുന്നു ആരാണ്? ശ്രീരാമകൃഷ്ണ പരമഹംസർ. പാവനാറിലെ സന്യാസി എന്നറിയപ്പെടുന്നു ആരാണ്? ആചാര്യ വിനോബ ഭാവെ. ആചാര്യ വിനോബ ഭാവെയാണ്. അതുപോലെ തന്നെ ആചാര്യ വിനോബ ഭാവെയാണ് പാവനാറിലെ സന്യാസി എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നു MG റാനഡെ. ഇന്ത്യൻ സോക്രട്ടീസ് ആരാണ്? MG റാനഡെ. മഹാരാഷ്ട്ര സോക്രട്ടീസ് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ് മഹാരാഷ്ട്ര സോക്രട്ടീസ് എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ മഹാരാഷ്ട്ര സോക്രട്ടീസ് എന്നറിയപ്പെടുന്ന ആരാണ്? പാവങ്ങളുടെ അമ്മ എന്നറിയപ്പെടുന്നത് ആരാണ്? മദർ തെരേസയാണ്. പാവങ്ങളുടെ അമ്മ എന്നോ അഗതികളുടെ അമ്മ എന്നോ അറിയപ്പെടുന്ന ആരാണ്? മദർ തെരേസയാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ മദർ തെരേസയാണ് പാവങ്ങളുടെ അമ്മ എന്ന്